ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നമ്മൾ BA സോഷ്യോളജി ഓൺലൈൻ ഡിഗ്രിക്കാർക്കുള്ള അവരുടെ മെയിൻ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി എന്നാണ് അതിലെ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പരിചയപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്താണ്, ആ വിഷയം എങ്ങനെയാണ് വളർന്നു വന്നത്, ആ വിഷയം വളർന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്, സോഷ്യോളജി എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഈ വിഷയത്തിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ സ്വഭാവം എന്താണ്, ഈ വിഷയത്തിൻ്റെ സ്കോപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഉത്ഭവവും അതിൻ്റെ വികാസവും, അല്ലേ? അപ്പോൾ നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഒരു ഉത്ഭവം, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സോഷ്യോളജി, സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ സമൂഹത്തെ വളരെ ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയത്തിൻ്റെ പേരാണെന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1830-കളിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അഗസ്റ്റേ കോംതെ എന്ന് പറയുന്ന ആളാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം തുടങ്ങിയതും ആ വിഷയത്തിന്, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ആ വിഷയത്തിന് സോഷ്യോളജി എന്ന് പറയുന്ന പേര് കൊടുത്തതും ആരാണ്? അഗസ്റ്റേ കോംതെയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അഗസ്റ്റേ കോംതെ എന്ന് പറയുന്ന ചിന്തകനാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ 1830-കളിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അഗസ്റ്റേ കോംതെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം തുടങ്ങി വെച്ചു. മനസ്സിലായോ? ഇനി ഈ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്താണ്, അത് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെ പല അഭിപ്രായങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ അഗസ്റ്റേ കോംതെ പറയുന്നത് സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സോഷ്യോളജി. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ് ആര് വിശദീകരിക്കുന്നത്? അഗസ്റ്റേ കോംതെ സോഷ്യോളജിക്ക് നൽകുന്ന ഒരു നിർവചനം. അപ്പോൾ അഗസ്റ്റേ കോംതെൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. എന്നാൽ എമിലി ദുർക്കീം എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ്. സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കുടുംബം, വിവാഹം, മതം, ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബം, വിവാഹം, ബന്ധുത്വം, അതുപോലെ തന്നെ മതം, ഇങ്ങനെയുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്, ഒരു സയൻസ് ആണ് സോഷ്യോളജി എന്നാണ് ആര് പറയുന്നത്? എമിലി ദുർക്കീമിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? മാക്സ് വെബറെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് സാമൂഹ്യ പെരുമാറ്റത്തെ, മനുഷ്യൻ്റെ സമൂഹത്തിലെ പ്രവർത്തനങ്ങളെ, സോഷ്യൽ ആക്ഷനെ കുറിച്ച് പഠിക്കുന്ന വിഷയമായിട്ടാണ് സോഷ്യോളജിയെ ആര് കാണുന്നത്? മാക്സ് വെബർ. അപ്പോൾ സാമൂഹ്യ പെരുമാറ്റത്തെ അല്ലെങ്കിൽ സമൂഹത്തിലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കലാണ്, വ്യാഖ്യാനപരമായി മനസ്സിലാക്കുന്ന വിഷയത്തിൻ്റെ പേരാണ് സോഷ്യോളജി എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര മനസ്സിലാക്കി വെക്കുക, അത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി, അല്ലേ? അതിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ സാമൂഹ്യ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്നുള്ള ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1830 കൂടിയൊക്കെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ തുടക്കം, അല്ലേ? പക്ഷേ അഗസ്റ്റേ കോംതെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യനെ നടത്തിയിരുന്നു. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് മനുഷ്യൻ്റെ ചിന്തയോളം പഴക്കമുണ്ട്. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പഴയ കാലഘട്ടം മുതലേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക സയൻസായിട്ട് സോഷ്യോളജി വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ഫ്രാൻസിൽ, അതായത് യൂറോപ്പിൽ എന്തുകൊണ്ട് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ 19-ാം നൂറ്റാണ്ടിന് തൊട്ട് മുന്നുള്ള നൂറ്റാണ്ടാണ് ഇത്, 18-ാം നൂറ്റാണ്ട്. അപ്പോൾ ഈ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, അതുപോലെ തന്നെ ദൈക്ഷണിക, അതായത് ബുദ്ധിപരമായിട്ടുള്ള ചില
പശ്ചാത്തലം സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഉത്ഭവത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളർന്നു വരാൻ എന്തുകൊണ്ട് ഫ്രാൻസിൽ തന്നെ, എന്തുകൊണ്ട് യൂറോപ്പിൽ തന്നെ വളർന്നു വന്നു എന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടിന് തൊട്ട് മുന്നേ തന്നെ യൂറോപ്പിലെ അവിടുത്തെ സാമൂഹ്യ സ്ഥിതി, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ പല ചിന്തകന്മാരുടെയും പങ്ക്, ഇതൊക്കെ കാരണമാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം യൂറോപ്പിൽ വളർന്നു വരാൻ സഹായിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സോഷ്യോളജിയുടെ ഉത്ഭവത്തെ രൂപപ്പെടുത്തിയ ആ സാമൂഹിക, രാഷ്ട്രീയ, ബൗദ്ധിക ശക്തികളെ കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജി വളർന്നു വരാനുണ്ടായ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, ബുദ്ധിപരമായ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിപരമായ ശക്തികൾ, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് സോഷ്യൽ ഫോഴ്സസ് ആണ്, സാമൂഹിക ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച സോഷ്യൽ ഫോഴ്സ്, സാമൂഹ്യ ശക്തികൾ പറയുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വളർച്ചയെ സഹായിച്ച സാമൂഹ്യ മാറ്റങ്ങൾ, അന്നുണ്ടായിരുന്ന യൂറോപ്പിലുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യം, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ യൂറോപ്പിൽ നഗരങ്ങൾ വളർന്നു വന്നതും, നഗരങ്ങൾ വളർന്നു വന്നപ്പോൾ കുടുംബത്തിലൊക്കെ വന്ന, അതായത് അണുകുടുംബങ്ങളൊക്കെ കൂട്ടുകുടുംബങ്ങളായിട്ട് മാറി, ഇങ്ങനെ കുടുംബഘടനയിൽ വന്ന മാറ്റങ്ങൾ, അന്ന് ഈ നഗരങ്ങളും ഫാക്ടറികളൊക്കെ വന്ന സമയത്ത് അവിടെ ഫാക്ടറി ഉടമകളായ മുതലാളി വർഗം, തൊഴിലാളി വർഗം എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വർഗ വ്യത്യാസങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ ജനസംഖ്യ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ ജനസംഖ്യ കൂടിയത്, ദാരിദ്ര്യം, അതുപോലെ തന്നെ അസമത്വം, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ യൂറോപ്പിൽ ഉണ്ടായി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കാൻ ശ്രമിച്ചത്, സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതാണ് സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ച പ്രധാനപ്പെട്ട സാമൂഹ്യ ശക്തികൾ എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച സാമൂഹ്യ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായ വിപ്ലവമാണ്. വ്യവസായങ്ങളുടെ വളർച്ച, അതായത് ഫാക്ടറികളുടെ വരവ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വളർച്ചയെ ഏറെ സഹായിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സോഷ്യോളജിൻ്റെ വളർച്ചയെ സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സാമ്പിൾ ക്ലാസ് എന്നുള്ള നിലക്കാണ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മളെ ക്ലാസ് പോകുക.